കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിംഗ് നോക്കാം. നമ്മൾ ഓരോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനും പേരിടണമെങ്കിൽ കുറച്ച് റൂൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ റൂൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റൂള്, ദ പോസിറ്റീവ് പാർട്ട് ഓഫ് ദ കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് നെയിംഡ് ഫസ്റ്റ് ആൻഡ് ഈസ് ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദ നെഗറ്റീവ് പാർട്ട്. അപ്പം പോസിറ്റീവ് പാർട്ടിന് ആദ്യം പേര് കൊടുക്കണം, നെഗറ്റീവ് പാർട്ടിൻ്റെ പേര് രണ്ടാമത് പറയണം. അപ്പോൾ ഒരു കോർഡിനേഷൻ സ്പിയറിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് രണ്ട് പാർട്ട് കാണും, പോസിറ്റീവ് പാർട്ട്, നെഗറ്റീവ് പാർട്ട്. ചില കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ന്യൂട്രലായിരിക്കും, അതിനൊറ്റ പാർട്ടേ കാണും. അപ്പോൾ പോസിറ്റീവ് പാർട്ട് ആദ്യം പേര് കൊടുക്കണം, നെഗറ്റീവ് പാർട്ട് രണ്ടാമത് പേര് കൊടുക്കണം. ഒരു അയോണിക് സ്പീഷീസ് ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ പേര് കൊടുക്കാറുള്ളത്. സോഡിയം ക്ലോറൈഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ Na+, സോഡിയം പോസിറ്റീവ് ചാർജ് അല്ലേ, പോസിറ്റീവ് പാർട്ടല്ലേ ആദ്യം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ, ദ ലിഗാൻസ് ആർ നെയിംഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ ദ സെൻട്രൽ മെറ്റൽ. ലിഗാൻസിൻ്റെ പേര് ആദ്യം പറയണം, അതിന് ശേഷമാണ് സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ സെൻട്രൽ മെറ്റലിനെ ചുറ്റി ലിഗാൻസ് കാണും. അപ്പോൾ ലിഗാൻസിൻ്റെ പേരാണ് ആദ്യം പറയേണ്ടത്, അതിന് ശേഷം ആണ് സെൻട്രൽ മെറ്റലിൻ്റെ പേര് പറയേണ്ടത്. ഇനി ലിഗാൻസ് ഹോമോലിപ്റ്റിക്കും ഹെട്രോലിപ്റ്റിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അപ്പം ഹെട്രോലിപ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ, ഡിഫറെൻറ്റ് ടൈപ്പ് ലിഗാൻഡ് സെൻട്രൽ മെറ്റലിന് ചുറ്റും ഉണ്ടെങ്കിൽ ഹെട്രോലിപ്റ്റിക് എന്ന് പറയും അല്ലേ. അപ്പോൾ ഹെട്രോലിപ്റ്റിക് ലിഗാൻഡ് ആണെങ്കിൽ പല ടൈപ്പ് ലിഗാൻഡ് കാണുമല്ലോ. അപ്പം ഡിഫറെൻറ്റ് ലിഗാൻഡ്സ് ആകുമ്പോൾ അതിൻ്റെ പേര് ആർക്ക് ആദ്യം മുൻഗണന കൊടുക്കും, ആരുടെ പേര് ആദ്യം പറയും എന്ന് കൺഫ്യൂഷൻ വരത്തില്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യമേ വരുന്ന പേരാരാണോ അവരുടെ പേര് ആദ്യം കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലും അറ്റൻഡൻസ് രജിസ്റ്ററിൽ എങ്ങനെ പേര് എഴുതുന്നത്, ആൽഫബറ്റിക് ഓർഡർ വഴിച്ചല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ലിഗാൻസിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നവരുടെ നെയിമാണ് ആദ്യം പറയേണ്ടത്. അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ, ദ പ്രിഫിക്സസ് ഡൈ, ട്രൈ, ടെട്ര എക്സെട്ര ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ്സ് പ്രസൻറ്റ്. ഇപ്പോൾ ഒരു ലിഗാൻഡ് 3 ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ എണ്ണം പറയത്തില്ലേ, എണ്ണം പറയാൻ വേണ്ടി ഡൈ, ട്രൈ, ടെട്ര എക്സെട്ര പറയും. അങ്ങനെ കുറേ പ്രിഫിക്സസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്പർ ഓഫ് ലിഗാൻഡ്സ് പറയാൻ വേണ്ടിയാണ് ഡൈ, ട്രൈ, ടെട്ര എന്നീ പ്രിഫിക്സസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചില ലിഗാൻഡ്സിൻ്റെ പേരിൽ തന്നെ ഒരു എണ്ണം കാണും. ഉദാഹരണം നമ്മൾ പഠിച്ച എത്തിലീൻ ഡയമീൻ. എത്തിലീൻ ഡയമീൻ്റെ പേരിനകത്ത് തന്നെ ഡൈ എന്നൊരു എണ്ണം കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലിഗാൻഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഡൈ, ട്രൈ, ടെട്ര എന്ന പ്രിഫിക്സ് കൊടുക്കാൻ ഒക്കത്തില്ല. അതിന് പകരം കൊടുക്കുന്നത് ബിസ്, ട്രിസ്, ടെട്രാക്കിസ് എക്സെട്ര അങ്ങനെയാണ് പ്രിഫിക്സ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ലിഗാൻഡിൻ്റെ പേരിൽ ഡൈ എന്നോ ട്രൈ എന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്പർ ഉണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയുള്ള ലിഗാൻഡ്സിനും പേരിന് മുമ്പിൽ ബിസ്, ട്രിസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എത്തിലീൻ ഡയമീൻ 2 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡൈ എത്തിലീൻ ഡയമീൻ എന്നല്ല പറയേണ്ടത്, ബിസ് എത്തിലീൻ ഡയമീൻ. എത്തിലീൻ ഡയമീൻ 3 ഉണ്ടെങ്കിൽ എന്ത് പറയും, ട്രിസ് എത്തിലീൻ ഡയമീൻ. 4 ഉണ്ടെങ്കിൽ ടെട്രാക്കിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതാണ് മൂന്നാമത്തെ റൂള്. ഇനി നാലാമത്തെ റൂള്, നെയിം ഓഫ് ദി ആനോണിക് ലിഗാൻഡ്സ് എൻസ് ഇൻ ഒ, ദോസ് ഓഫ് കാറ്റോണിക് ഇൻ IUM. ന്യൂട്രൽ ലിഗാൻഡ്സ് ഹാവ് ദെയർ റെഗുലർ നെയിംസ്. Aqua for H2O, amine for NH3, nitrosyl for NO and carbonyl for CO. അപ്പോൾ ആനോണിക് ലിഗാൻഡ്സ് ആണെങ്കിൽ അതിൻ്റെ പേര് അവസാനിക്കുന്ന എന്തിലായിരിക്കും, ഓയിൽ അവസാനിക്കണം. ആനോണിക് ലിഗാൻഡിൻ്റെ പേര് അവസാനിക്കുന്നത് ഓയിലായിരിക്കും. കാറ്റോണിക് ലിഗാൻഡിൻ്റെ പേര് അവസാനിക്കുന്നത് IUM. കാറ്റോണിക് ലിഗാൻഡിൻ്റെ പേര് അവസാനിക്കുന്നത് IUM. ന്യൂട്രൽ ലിഗാൻഡ്സിന് അവരുടെ പേരിന് സാധാ പേര് തന്നെ പറയും. ഉദാഹരണം, അക്വ ഫോർ വാട്ടർ, അമീൻ ഫോർ NH3, നൈട്രോസിൽ ഫോർ NO, കാർബണൈൽ ഫോർ CO. അതുപോലെ തന്നെ പറയണം, സാധാ പോലെ പറയും. നെക്സ്റ്റ്, ഫിഫ്ത്ത് റൂൾ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ സെൻട്രൽ മെറ്റൽ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ റോമൻ ന്യൂമറൽ ഇൻ പാരാന്തസിസ്. അപ്പം സാധാരണ നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാറില്ലേ. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ മാത്രം ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറലിൽ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ റോമൻ ന്യൂമറലിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടാണ് നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നത്. ഇനി ലാസ്റ്റ് റൂൾ, വെൻ എ കോംപ്ലക്സ് സ്പീഷീസ് ഹാസ് നെഗറ്റീവ് ചാർജ് ദ നെയിം ഓഫ് ദ മെറ്റൽ എൻഡ് ഇൻ 8. ഇപ്പോൾ കോംപ്ലക്സ് സ്പീഷീസിന് ഒരു നെഗറ്റീവ് ചാർജ് കോംപ്ലക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചോ. അപ്പോൾ കോംപ്ലക്സ് പാർട്ടിന് നെഗറ്റീവ് ചാർജ് വരാം, പോസിറ്റീവ് ചാർജ് വരാം, ന്യൂട്രൽ ആവാം അല്ലേ. അപ്പോൾ കോംപ്ലക്സ് സ്പീഷീസ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് അവസാനിപ്പിക്കുന്നത് ATEയിലാണ്.
മനസ്സിലായല്ലോ. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് ATEയിൽ അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ്? ആ കോംപ്ലക്സ് സ്പീഷീസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ എക്സാമ്പിളിൽ COSCN 4 ടൈംസ് 2- അവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് അല്ലേ, അപ്പോൾ അവിടെ അതിൻ്റെ പേര് വന്നിട്ടുണ്ടോ കൊബാൾട്ടേറ്റ്. അതുപോലെ അയൺ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫെറൈറ്റ്. സിൽവർ ആണെങ്കിൽ അർജൻറ്റേറ്റ്. അങ്ങനെയാണ് ഈ പേര് അവസാനിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജാണ് കോംപ്ലക്സിനെങ്കിൽ ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് ATEയിൽ അവസാനിപ്പിക്കുന്നു. ഇത് കോംപ്ലക്സ് അയോൺ ഈസ് എ കാറ്റയോൺ. ദ മെറ്റൽ ഈസ് നെയിംഡ് സെയിം ആസ് ദി എലമെൻറ്റ്. കോംപ്ലക്സ് അയോൺ കാറ്റയോൺ പാർട്ടാണെങ്കിൽ നമ്മൾ ആ മെറ്റലിൻ്റെ പേരിൽ വേറെ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറയേണ്ട, മെറ്റലിൻ്റെ പേര് അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും റൂൾസാണ് നമ്മൾ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് നെയിമിങ്ങിൻ്റെ ഓർത്തിരിക്കേണ്ടത്. ഈ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേരിടാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്തതായിട്ട് കാണാം.